ശരീരം പുഷ്ടിക്കുറവാണ്, കുറച്ച് ലേഹ്യം മേടിച്ച് കഴിക്കാലോ, ഈ മെഡിസിൻസ് ഒന്നും ദഹിക്കുകയോ ഇല്ല, എന്ത് ചെയ്താലും വണ്ണം വെക്കുന്നില്ല, മെലിഞ്ഞിരിക്കുകയാണ്, പ്രസവ ശേഷം വണ്ണം വെക്കുന്നു വെച്ചു എന്നിട്ടും രക്ഷയൊന്നുമില്ല, ഇങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളതാണ് ഈ വീഡിയോ. മെലിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരപ്രകൃതി ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് നേരത്തെ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രക്തക്കുറവ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗ്നിഫലം അല്ലെങ്കിൽ ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ പിടിക്കുകയും നമുക്ക് കുറച്ച് ശരീരപുഷ്ടി ഉണ്ടാവുകയും ചെയ്യുള്ളൂ. നമുക്ക് ആഹാരത്തിൽ ഇഞ്ചി, കുരുമുളക്, മല്ലി, ജീരകം ഇതെല്ലാം എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ നമ്മുടെ ഡൈജഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതിലെ അഷ്ടചൂർണം നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നന്നായിട്ട് കൂട്ടുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും കുറച്ച് തേനി ചാലിച്ചിട്ട് അഷ്ടചൂർണം കഴിക്കാം. ഡൈജഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ കഴിക്കാവുള്ളൂ. സാധാരണ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം പുഷ്ടിക്കുറവാണ്, കുറച്ച് ലേഹ്യം മേടിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കടയിൽ പോയിട്ട് ചവനപ്രാശവും ഒക്കെ മേടിച്ച് കഴിക്കുന്നവരുണ്ട്. ശരിക്കും ചവനപ്രാശം, അശ്വഗന്ധ ലേഹ്യം ഇതെല്ലാം ശരീരം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഡൈജഷൻ ഓക്കെ അല്ലെങ്കിൽ ഈ മെഡിസിൻസ് ഒന്നും ദഹിക്കുകയോ ഇല്ല, നമ്മൾ വിചാരിച്ച ഫലവും കിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ഇൻഡൈജഷൻ കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ള ഒന്നാണ് ദ്രാക്ഷാരിഷ്ടം, അതുപോലെ ദശമൂലാരിഷ്ടം കോമ്പിനേഷനൊക്കെ കൊടുക്കുന്നത്. അത് കൂടുതലും ചിലർക്ക് HB ഒക്കെ കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ദശമൂലാരിഷ്ടം നമുക്ക് ഓവറോൾ ഒരു ടോണിക് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. പിന്നെ ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരു 20 ഗ്രാം ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഈ വെള്ളം കുടിക്കുക. ഉലുവ ചേർത്ത കഞ്ഞി, ഉലുവ ചേർത്ത പാൽക്കഞ്ഞിയായിട്ടൊക്കെ കുടിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടാനായിട്ട് സഹായകമാണ്. നല്ല രീതിയിൽ ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റായി നല്ല വിശപ്പൊക്കെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ പിടിച്ച് നമുക്ക് ആവശ്യത്തിന് ശരീരപുഷ്ടിയൊക്കെ ഉണ്ടാവുന്നതാണ്.